ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ 4 പഴമാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഈ പഴം ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 3-4 ഏലക്കായുടെ കായൊന്ന് അതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി മധുരത്തിന് ആവശ്യമായ ശർക്കര ഞാൻ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് നമുക്ക് എത്രയാണോ ആവശ്യം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. അതും നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ടാണ് കറക്കി എടുക്കാൻ പോകുന്നത്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിച്ച് ഒരുപാട് ലൂസാക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ നമ്മുടെ മാവിരുന്നാൽ മതി. ഇനി നമ്മളിതിലേക്ക് റവ കൂടെ ചേർക്കുന്നുണ്ട്. അത് നമുക്കൊരു മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കാം. ഞാൻ 1 കപ്പ് അളവിലാണ് കേട്ടോ ഗോതമ്പ് പൊടി എടുത്തത്. അപ്പം 1/2 കപ്പ് അളവിൽ റവ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അകം നല്ല സോഫ്റ്റായിട്ടും പുറം നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, പുളിക്കാനൊന്നും വെക്കേണ്ട. നമ്മളിത് കലക്കി ഉടനെ തന്നെ നമുക്കിത് പുഴുങ്ങിയെടുക്കാം, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കട്ടകളൊന്നുമില്ല, നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് നമ്മളിടുന്നത്. ഓവറായി ഇടല്ലോ കേട്ടോ, എന്ന് വെച്ചാൽ ഒത്തിരി ഇട്ടാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ചൊവ വല്ലാണ്ട് നിൽക്കും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് കറുത്ത എള്ള്, കുറച്ച് തേങ്ങാക്കൊത്ത് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ടിടാം, അല്ലെങ്കിൽ ഇങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കൊരു ഫ്രൈങ് പാൻ എടുത്ത് ഗ്യാസിൽ വയ്ക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ സ്പൂണും കൊണ്ട് തന്നെ കോരി കുറേശ്ശെ ഒഴിച്ച് കൊടുത്താൽ മതി. ഓരോ സ്പൂൺ മാവ് വെച്ച് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ അതിങ്ങനെ പൊങ്ങി പരന്ന് വന്നോളും. ഇനി ഇത് തിരിച്ച് മറിച്ച് ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ. അകം നല്ല സോഫ്റ്റും ആയിരിക്കും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്യേണ്ടെന്നുള്ളവരുണ്ടെങ്കിൽ നമുക്കിത് പുഴുങ്ങിയെടുക്കാൻ ഒരു ഓപ്ഷനും കൂടിയുണ്ട്. ഇതേ ബാറ്റർ തന്നെ നമുക്ക് ഇഡ്ഡലി തട്ടിൽ വെച്ചും പുഴുങ്ങിയെടുക്കാം കേട്ടോ. അത്രയും ബാറ്ററി കൊണ്ട് നമുക്ക് ഇതുപോലെ 2 ട്രിപ്പ് ഉണ്ടാക്കാനുള്ളതും അതുകൂടാതെ ഒരു പ്ലേറ്റിനകത്ത് വെക്കാനുള്ളൊരു അപ്പം കൂടെ കിട്ടി കേട്ടോ. പെട്ടെന്ന് 4 മണിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ്. വളരെ സോഫ്റ്റാണ്, കുഞ്ഞു കുട്ടികൾക്കും കഴിക്കാം കേട്ടോ. തേങ്ങാക്കൊത്തൊക്കെ കഴിക്കാൻ പാകത്തിനല്ല കുഞ്ഞുങ്ങളുടെ പ്രായമെങ്കിൽ അതെടുത്ത് കളഞ്ഞിട്ട് കൊടുത്താൽ മതി, അവർക്കും ഇഷ്ടമായിക്കോളും. ഇനി ബാക്കിയുള്ള മാവ് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അത് നമുക്ക് ഓയിൽ ഫ്രീ ആയിട്ട് ഇഡ്ഡലി തട്ടിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് നമുക്ക് കിട്ടും. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മാവ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമ്മൾ ശർക്കര ചിരകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ഒന്ന് തൂളി കൊടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. വെന്തോന്നറിയാനായിട്ട് നമ്മുടെ പപ്പടം കുത്തിയോ ചെറിയ കത്തിയുടെ നിബ്ബോ ഒക്കെ വെച്ചൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പഴം ഉണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.